Talking so much to the poltergeist. Trying to hold on to love, but it's frosting nice time. Much but a light from a falling sky. Hi everyone, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ ഈ ഫേസ് ഫസ്റ്റായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഐഷി. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യുക. ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്യുക. സോ ഇതിൻ്റെ ടൈറ്റിൽ കണ്ടിട്ട് തന്നെ നിങ്ങൾ മനസ്സിലായി കാണും നമ്മൾ ഇന്നൊരു വ്ളോഗ് പ്ലസ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ ഇന്ത്യൻ ടൈം വെച്ച് നോക്കുമ്പം എനിക്ക് 28 years ആയി. ഇവിടെ ലൈക്ക് ഇന്ത്യയിൽ ഇപ്പോൾ 12 o'clock ആയി. പക്ഷേ സൗദി 9:45 ആയിട്ടുള്ളൂ. ബട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല ഞാൻ 28 year old ആയെന്ന്. ഇനിയും ഉണ്ട്, ടൈമുണ്ട്. 2 hours, മോർ ദാൻ 2 hours ഉണ്ട്. 2 hours and 15 minutes ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒഫീഷ്യലി 28 year old ആവത്തുള്ളൂ. അപ്പം ഞാൻ അതുവരെ കൺസിഡർ ചെയ്തില്ല. ഞാൻ അതുവരെ ഇപ്പോൾ 27 year old ആണ്. സോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഡിന്നർ കഴിക്കാൻ പോവാ, ബർത്ത്ഡേ ഈവ് ഡിന്നർ. സോ ഞാൻ എൻ്റെ ഫേസ് മാസ്ക് ഒരു റൂട്ടീൻ അത് ചെയ്ത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സാണ് നിങ്ങൾ കേൾക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്തു. ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അതിനിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ്, ഞാൻ ഇന്നത്തെ ലുക്ക് ചെയ്യാനുള്ള മേക്കപ്പ് ഐറ്റംസ് ഞാൻ എടുത്ത് വെച്ചത് അതും കാണിച്ചു തരാം. എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സും കാണിച്ചു തരാം. കണ്ടോ, ഈ വീഡിയോ ഷോർട്സിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ആണ് എൻ്റെ മേക്കപ്പ് വാനിറ്റി. ഇതിൻ്റെ ഉള്ളിലൊന്നും കാണിക്കാൻ കൊള്ളൂല. അത് നമുക്കൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഡീക്ലട്ടറും പിന്നെ ഒരു ടോർ മൈ വാനിറ്റി ലൈക്ക് എൻ്റെ വാനിറ്റി ഇതാണ്. അതാണ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതും. പിന്നെ ഈ ഒരു മിററും. എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇഷ്ടം. എനിക്ക് ടേബിൾ വാനിറ്റി അങ്ങനത്തെ സംഭവം എനിക്ക് ഇതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന മേക്കപ്പ് ലുക്ക്. സോ മെയിൻലി സ്കിൻ കെയർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് മേക്കപ്പ്, അങ്ങനെയാണ് ലുക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. കണ്ടോ, ഭയങ്കര പ്രിറ്റി ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഈ കളറും ഭയങ്കര ഇഷ്ടമായി. കണ്ടോ, നല്ല പ്രിറ്റി കളർ. ആൻഡ് ഇതിനൊരു ക്യൂട്ട് മേക്കപ്പ് ലുക്കാണ് നല്ലത്. ഐ തിങ്ക് മേക്കപ്പ് ചെയ്യേണ്ട, സ്കിൻ കെയറും ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ പകുതി കാര്യം നടക്കുമെന്ന് തോന്നുന്നു. ബട്ട് ലെറ്റ്സ് ഡു. നിങ്ങൾ അതിനെ കണക്ക് വിയേർഡോ ആണ് സ്വന്തം ബർത്ത്ഡേക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എനിക്ക് മാത്രമുള്ളതാണ്. ഐ ഡോണ്ട് നോ. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ആൻഡ് ലെറ്റ്സ് ഡു ആ മേക്കപ്പ്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യാം. അല്ലേ എനിക്കിനി സെറ്റ് ചെയ്യാനൊന്നും വയ്യ. കുഴപ്പമില്ല, ലൈറ്റിംഗ് ഒക്കെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഞാൻ ട്രൈപോഡിൽ സെറ്റ് ആയിട്ട് എൻ്റെ ഫോൺ. ഓക്കെ, നമ്മൾ ഇവിടെ ഇരിക്കുക. നമ്മൾ നോർമൽ സിറ്റ് ഡൗൺ വീഡിയോസിൻ്റെ സെറ്റപ്പിലല്ല. ബിക്കോസ് മേക്കപ്പ് വീഡിയോ ചെയ്യുമ്പം ലൈക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മിറർ വേണം. എൻ്റെ ഇതെടുത്ത് അവിടെ പൊക്കി വെക്കാനെന്ന് എന്നെ കൊണ്ട് വയ്യ. സോ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഫസ്റ്റ് സ്കിൻ കെയർ. ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ സ്നെയിൽ മ്യൂസിനാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിന് പല റിവ്യൂസും വരാറുണ്ട്. നല്ലതെന്നും വരാറുണ്ട്, ചീത്തയെന്നും വരാറുണ്ട്. എനിക്കിത് നല്ലപോലെ എൻ്റെ ഫേസിൽ നല്ല എഫക്റ്റ് ആവാറുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 1.5 year ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ എൻ്റെ 3rd ബോട്ടിലാണ്. പിന്നെ റിലീജിയസ്ലി യൂസ് ചെയ്യുന്നത് ഞാൻ ടോണറിന് പകരം യൂസ് ചെയ്യുന്ന ഈ ഒരു കോസാറെക്സിൻ്റെ ഈ ഒരു എസൻസ് ആണ്. ആൻഡ് ഇറ്റ്സ് നൈസ്. നിങ്ങൾ ആക്ച്വലി ഇത് ഡ്രൈ ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ലൈക്ക് ഡാം ഫേസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തതേ ഉള്ളൂ. എനിക്ക് ഇവിടെ ഇന്നലെ ഒരു പിമ്പിൾ വന്നായിരുന്നു. അതിപ്പോൾ കുറഞ്ഞു. ഞാൻ എന്താ ചെയ്തതെന്നറിയാം, സാലിസിലിക് ആസിഡ് അവിടെ മാത്രം 2-3 times അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പം ആ പസ് പോയി. ആൻഡ് ഇപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഉള്ളിലെ പസ്സൊക്കെ പോയി. എനിക്ക് ആദ്യമായിട്ട് ഇത്ര പെയിൻഫുൾ ആയിട്ടുള്ള പിമ്പിൾ വന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ. ബട്ട് ഇത് പോയി. വന്നിട്ട് എന്തായാലും മേക്കപ്പ് റിമൂവ് ചെയ്യണം. സോ ഞാനിപ്പോൾ സിറം ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല.
എൻ്റെ മോയ്സ്ചറൈസർ, ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. സിറ്റഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം. സിറ്റഫിൽ ഐ ഡോണ്ട് നോ, സിറ്റഫിൽ റൈറ്റ്. ഞാനൊരു ലെയർ മേക്കപ്പ് എന്തായാലും ചെയ്യല്ലേ, ഇപ്പം നമ്മളൊരു തിക്ക് ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, അപ്പം എൻ്റെ സ്കിന്നെ പറ്റിയതാട്ടോ ഇത്. നല്ലപോലെ എനിക്ക് സെറ്റഫിലിൻ്റെ പ്രോഡക്റ്റ്സൊക്കെ നല്ല എൻ്റെ ഫേസിൽ നല്ല വർക്കാവും. പ്രത്യേകിച്ച് ക്ലെൻസറില്ലേ, അതൊക്കെ എൻ്റെ ഫേസിൽ നല്ല ചേഞ്ച് ഞാൻ കണ്ടിട്ടുണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ. നമ്മുടെ നാട്ടിൽ അത് ഭയങ്കര വില കുറവല്ലേ, ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഞാൻ മേടിക്കാത്തത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫറൊക്കെ വരുമ്പോഴേ ഞാൻ ആമസോണിൽ നോക്കിയിരിക്കും അതിലൊക്കെ വല്ല ഓഫർ ഉണ്ടോ. പിന്നെ കൊറിയൻ പ്രോഡക്ട്സിനും ഇതിനൊക്കെ സെയിം റേറ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൊറിയൻ സ്കിൻ കെയർ റിലീജിയസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു ഫേസിന് മാറ്റം കാണുന്നു. സോ സീ മൈ സ്കിൻ ഈസ് ലുക്കിംഗ് സോ പ്ലംപി. ഞാൻ ഫിൽറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഇതാണ് എൻ്റെ സ്കിൻ. ഇതെല്ലാം വേഴ്സ് ആയിരുന്നു, പിന്നെ സ്കിൻ കെയർ ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ആൻഡ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും ലിപ് ബാം അപ്ലൈ ചെയ്യണം. അല്ലാതെ ലാസ്റ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക്കിൻ്റെ കൂടെയല്ല ലിപ് ബാം അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ലാനിയേജ്, ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്. നമ്മുടെ നാട്ടിൽ ഈ ഇത്ര 20 ഗ്രാമിന് 1200 അത്ര എന്തോ ഉണ്ട്. പക്ഷേ ഇത് ഇവിടെ ആമസോണിൽ ഇവിടെ 75 റിയാലൊക്കെ ഉണ്ട്, പക്ഷേ 56 എത്ര % ഓഫ് വന്നു. 28 റിയാലിന് തന്നെ വാങ്ങിച്ചതാണ്. എക്സ്പയറി ഡേറ്റ് ഞാൻ നോക്കി, കുഴപ്പമില്ല, ഞാൻ ഇത് യൂസ് ചെയ്ത് തീർക്കും. പിന്നെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക, ഇത് അപ്ലൈ ചെയ്തിട്ട് രാവിലെ എണീക്കുമ്പോൾ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആൻഡ് പ്ലംപിയർ ആയിട്ട് തോന്നും. എനിക്ക് വേറെ ഒരു ലിപ് ബാം ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റത്തില്ല, എനിക്കിത് തന്നെ വേണം. ഇതിന് തന്നെ ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു, ബിക്കോസ് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരും. ഞാൻ ഫൗണ്ടേഷനൊക്കെ സ്കിപ്പ് ചെയ്യാൻ, എനിക്ക് പിന്നെ വന്നിട്ട് ഇനി ചെയ്യാനെന്ന് പറയാം. നമുക്ക് ഇതാണ് എൻ്റെ ഹുഡ ബ്യൂട്ടീൻ്റെ പാലറ്റ്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു പാലറ്റാണ് കേട്ടോ, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇതുവരെ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ടില്ല, വിഷനറി. നമുക്ക് ആ ഷെയ്ഡ് യൂസ് ചെയ്ത് നോക്കാം. ഈ ഡ്രസ്സിൻ്റെ കൂടെ പോവാമോ ഈ ഒരു ഷെയ്ഡ്? ജസ്റ്റ് ഒരു ഹിന്റ്, എന്തൊക്കെയോ അവിടെ ഉണ്ട്. നമ്മളെന്തൊക്കെയോ എൻ്റെ ഓൾറെഡി ഇവിടെ പിഗ്മെൻറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ കട്ട് ക്രീസ് ലുക്കൊക്കെ ചെയ്യുന്നത് തോന്നുള്ളൂ. സോ ബ്യൂട്ടിഫുൾ. നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ഞാൻ ഈ 2 മസ്കാര എപ്പോഴും അപ്ലൈ ചെയ്യുന്നത്, പക്ഷെ ഇപ്പോൾ വന്നിട്ട് പിന്നെ റിമൂവ് ചെയ്യാനുള്ളതുകൊണ്ട് ഇത് നല്ലൊരു മസ്കാര കേട്ടോ, സ്കൈ ഹൈ മേബ്ലിൻ്റെ. അതുകൊണ്ട് അത് വാട്ടർ പ്രൂഫാണ്, ഇത് വാട്ടർ പ്രൂഫ് അല്ല. സോ വേഗം റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഇത് ടാർട്ടിൻ്റെ ബിഗ് ഈഗോ, കുഴപ്പമില്ല, നല്ലൊരു മസ്കാര. കണ്ടോ ഈ ഐസും കണ്ടോ വ്യത്യാസം? ഇവിടെ ഒന്നും കാണാനില്ല, ഇവിടെ എന്തൊക്കെയുണ്ട്. നിങ്ങൾ ഡെയിലി യൂസിന് വാട്ടർ പ്രൂഫ് മസ്കാര യൂസ് ചെയ്യരുത് കേട്ടോ, വാട്ടർ പ്രൂഫ് അല്ലാത്തത് യൂസ് ചെയ്യാം. മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ചേഞ്ച് വന്നത് കണ്ടോ. ഞാൻ ഇതും ഒരു കൊറിയൻ ബ്രാൻഡാണ്, എറ്റ്യൂഡ് ഹൗസ്. അവരുടെ വാട്ടർ ടിൻറ്റ്, ഡിയർ ഡാർലിംഗ് വാട്ടർ ടിൻറ്റ്.
ഇതിന് നല്ലൊരു സംഭവം, അത് 450 എന്തോ ഞാൻ നൈക്കിയെന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 2 സൈഡും ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നിൽക്കരുത്. ഇട്ട ഉടനെ ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. വലിയ പിഗ്മെൻറ്റഡ് ഒന്നുമല്ല, പക്ഷെ എനിക്ക് അത്യാവശ്യത്തിനുള്ള പിഗ്മെൻറ്റേഷൻ തരും. ബോട്ടിൽ മൂടി വെക്കാൻ പോലും സമയം കിട്ടത്തില്ല. അതിനൊക്കെ നിന്നാൽ ഇതൊക്കെ ഇവിടെ നമുക്ക് ബ്ലെൻഡ് ആവാൻ ഭയങ്കര പാടത്, ഒഡാൻ ഉണങ്ങിപ്പോവും. കണ്ടോ, എനിക്കിപ്പം ഇങ്ങനെ വാട്ടർ ടിൻസ് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി എനിക്കിഷ്ടം ഈ വാട്ടർ ടിൻ്റ് അപ്ലൈ ചെയ്യല. ഫേസ് ഷോപ്പിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഞാൻ റിവ്യൂ പറയാം. ബട്ട് ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. 450 റുപ്പീസിന് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇത് ലിപ് ടിൻ്റായിട്ടും യൂസ് ചെയ്യാം. ഇത് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്താൽ ഒന്ന് ഇത് ലിപ്പ് ഈവൺ ഔട്ടാവും. നിങ്ങളുടെ പിഗ്മെൻറ്റഡ് ലിപ്സ് ഒക്കെ ആണെങ്കിൽ ഇത് നല്ല ഈവൺ ഔട്ടാവും. അപ്പം നല്ല മുകളിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ ഒരു ഷെയ്ഡായിട്ടിരിക്കും. പിന്നെ ലിപ്സ്റ്റിക്ക് പോയാൽ ഇതിൻ്റെ ആ ഒരു റെഡ് കളർ അവിടെ കാണും. സോ ഒരു ലിപ് ടിൻറ്റ് എന്തുകൊണ്ടും ഒരു നല്ല തീരുമാനമാണ്. എനിക്ക് ഐബ്രോസ് ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല. ഐബ്രോ ജെൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കും. ആ ഒരു ലുക്ക് വേറൊരു ലുക്ക് എന്താ ഞാൻ പറയുന്നത്. സോ ഇത് ഷീഗ്ലാമിൻ്റെ ഐബ്രോ ജെല്ലാണ്. ഐബ്രോ ആണ് നിങ്ങൾ എന്താ പറയുന്നത്, ബ്രൗ ഒരു ബ്രൂ. ആൻഡ് ഇത് ഇങ്ങനത്തെ ഒരു സ്പൂളി ആൻഡ് ഈ ഒരു സ്പാച്ചുലയുടെ കൂടെ വരുന്നത്. സോ എനിക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ എടുക്കാം ആൻഡ് കയ്യിലിങ്ങനെ വെച്ചിട്ട് ഈ സ്പൂളി ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ നല്ല ബുഷി ബ്രൗസ് ആയതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് എനിക്ക് ഈ സംഭവം തന്നെ വേറൊരു സ്പൂളി ഈ ഐബ്രോസിൽ യൂസ് ചെയ്യാനല്ല, വേറെ സ്പൂളി കിട്ടുമല്ലോ നമ്മൾ അല്ലാണ്ട് മേടിക്കുന്നത് സെപ്പറേറ്റ് വാങ്ങുന്നത്. അതിനകത്ത് എടുത്തിട്ട് നിങ്ങളുടെ ഹെയർ സെറ്റ് ചെയ്യാം. എൻ്റെ ഈ ഫ്ലൈ ഓവേഴ്സ് കണ്ടോ, ഇത് ഞാൻ സെറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ. അപ്പോൾ ഓൾ സെറ്റ്. ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നത് എന്തിനാണോ അവിടെ ചെന്നാൽ എന്തായാലും ലിപ്സ്റ്റിക്ക് പോകും. കാരണം നമ്മൾ ഫുഡ് അടിക്കാൻ പോകല്ലേ. പക്ഷെ എന്നാലും ചെയ്യാനുള്ള ഇത്. സോ ജസ്റ്റ് ഒരു ലിപ് ലൈനർ. ഈ ലിപ് ലൈനർ ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് LA ഗേളിൻ്റെ ലിപ് ലൈനർ ഇൻ ഷെയ്ഡ് നട്ട്മഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത്. ലിപ് ബാം ഞാൻ റിമൂവ് ചെയ്തില്ല. നിങ്ങളൊരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പക്ഷേ കഴിവില്ല, 2 ഫോട്ടോ എടുക്കാനല്ലേ. എനിക്ക് മേക്കപ്പ് ഇടുന്നതിനെക്കാട്ടും എനിക്ക് മേക്കപ്പ് ഇടാൻ ഇഷ്ടമാണ്. പക്ഷെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ എൻ്റെ തല ഇറങ്ങും. നിങ്ങൾ പറഞ്ഞപ്പോലെയാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഹുഡ ബ്യൂട്ടീൻ്റെ ഈ ഒരു സ്വീറ്റ് ടോക്കർ ക്യൂട്ട് പിങ്ക് ലിപ്സ്. ഇനി കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. സോഫ്റ്റ് നോ മേക്കപ്പ് ലുക്ക്. കൈ മൊത്തം പിങ്കായി. എൻ്റെ ഷോർട്സിനൊക്കെ അത്യാവശ്യം വ്യൂസ് വരുമായിരുന്നു. ഇപ്പോൾ 1 2 3 I don't know why. Instagram, please push my videos. Instagram, YouTube, please push my videos. ഞാൻ ഈ ഒരു ഇതിടാന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര അണ്ടർ റേറ്റഡ് ഫൗണ്ടേഷൻ ആട്ടോ. ഫൗണ്ടേഷൻ അല്ല, BB ക്രീം, ഫേസസ് കാനഡയുടെ. ഇതെൻ്റെ പെർഫെക്റ്റ് ഷെയർ ബേസ് 03. പക്ഷെ ഇത് എക്സ്പയർ ചെയ്യും. പക്ഷെ എനിക്കിത് കളയാനും മനസ്സിലായിരുന്നില്ല, കാരണം എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു.
ഒരു ഷെയ്ഡുണ്ടോ, ഇതെൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ്. അപ്പം ഞാൻ ഈ ഫേസ് സ്കാനറായിട്ട് എനിക്ക് സെറ്റിംഗ് സ്പ്രേയും ഈ ഒരു ഫൗണ്ടേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷെയ്ഡുണ്ടോ, പെർഫെക്റ്റ്, നല്ല ബ്ലെൻഡ് ആവുകയും ചെയ്യും. 200 റുപ്പീസേ ഉള്ളൂ. അപ്പം ഇതും മറ്റേ സെറ്റിംഗ് സ്പ്രേയും കോംബോ ഓഫറിൽ കിടപ്പുണ്ടായിരുന്നു ഫോർ 300 സംതിങ്. അപ്പോൾ അതൊരു നല്ല ഓഫറായിരുന്നു അത് നൈക്കയിൽ. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ടൈം. പക്ഷേ ഞാൻ ഷെയ്ഡ് ശ്രദ്ധിച്ചില്ല. ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ലൈറ്റാണ്, കാണുന്നുണ്ടോ? അപ്പം ഞാൻ ഇതും മേബ്ലിൻ്റെ ആ BB ക്രീമില്ലേ, സ്കിൻ ടിൻറ്റ്, അത് ഞാൻ വാങ്ങിച്ചത്. അത് ഡാർക്കും ആയിപ്പോയി, ഇത് ഭയങ്കര ലൈറ്റും ആയിപ്പോയി. അപ്പോൾ ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുന്നില്ല, ബിക്കോസ് നമുക്ക് മടിയാണ് ഗൈസ്. ആൻഡ് ഇതും എൻ്റെ ഫേവറേറ്റ് ഒരു പ്രോഡക്റ്റ് ആട്ടോ. ബട്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഈ ബെനഫിറ്റ്സിൻ്റെ ഈ ഒരു ഹൈലൈറ്ററിന് എൻ്റെ കയ്യിൽ ഇപ്പം ഡീസൻ്റ് ഒരു ഹൈലൈറ്റർ എന്ന് പറയാൻ ഇതും വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആ സ്റ്റിക്കും ഉള്ളൂ. സോ ഞാൻ മാറ്റി മറിച്ചൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഈ ഹൈ എൻഡ് പ്രോഡക്ട്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിച്ചിട്ട് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം അത് നമ്മൾ യൂസ് ചെയ്യാതെ എക്സ്പയർ ആയി പോയാൽ നമുക്ക് ഭയങ്കര സങ്കടം വരും. എൻ്റെ കയ്യിൽ ഈ ഒരു ഗോൾഡൻ ഡാംഗ്ലർ ഉണ്ട്, മീൻസ് ഡാംഗ്ലർ അല്ല, ഒരു ഇയർ റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. ഇതെൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് മേടിച്ചതാണ്, പക്ഷെ കഴിഞ്ഞ ബർത്ത്ഡേ കിട്ടില്ല. ഇതിൻ്റെ ഒരു പേൾ ഇളകി ശാരിക്കണം. നെവർ മൈൻഡ്. കുറച്ച് ബ്രേസ്ലെറ്റ്സ് ആക്സസറൈസ് ചെയ്താൽ നിങ്ങളുടെ ഹോൾ ലുക്ക് തന്നെ മാറും കേട്ടോ. നിങ്ങളിപ്പോൾ എത്ര പ്രിറ്റി ഡ്രസ്സ് ഇട്ടിട്ടും കറക്റ്റായിട്ട് ആക്സസറൈസ് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് ഒരു ലുക്ക് കാണത്തില്ല. ആൻഡ് നമുക്ക് നമ്മുടെ എപ്പോഴും ഇടുന്ന ഇയർ റിങ് ആൻഡ് വാച്ച് ഇടാം. ഇത് എൻ്റെ ഫേവറേറ്റ് റിങ്ങാണ്. ആൻഡ് ഈ വാച്ച് ഇടാം. പേൾ നമ്മൾ ഫുൾ പേൾ വൈബ് അല്ലേ, സോ പേൾ ഇടാം. ഫുൾ ലുക്ക് മാറിയത് കണ്ടോ? ആൻഡ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഗൈസ് രാജി തന്നതാ. ആൻഡ് ലുക്ക്, Victoria's Secret. And the first Victoria's Secret I got body mist and body lotion. Body lotion നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഹാൻഡ് ക്രീം ആയിട്ട് യൂസ് ചെയ്യാം. Smells divine. എനിക്കിങ്ങനെ വാനില കോക്കനട്ട് ബേസ് നോട്ടൊക്കെ വരുന്ന ഇറ്റ് സ്ക്രീം സമ്മർ. മിസ് കണ്ട ഇതിൻ്റെ ബേസ് നോട്ട്സ് ഉണ്ടാ. സോറി, ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്. സോഫ്റ്റ് വാനില, ടോസ്റ്റഡ് കോക്കനട്ട് ആൻഡ് പാഷൻ ഫ്രൂട്ട് പ്ലസ് എസെൻഷ്യൽ ഓയിൽസ് ആൻഡ് so great. So just so good. അപ്പോൾ നമ്മൾക്ക് ഇനിയൊന്നും ചെയ്യാനില്ല, ഇനി വെയിറ്റ് ചെയ്യാം രാജി വരുന്നത് വരെ.
next day. Hey guys, what's up? സോ അങ്ങനെ മോർണിംഗ് ആയി. ഇന്നലെ രാത്രി പുറത്തുപോയി ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് വന്ന് കുറച്ച് നേരം ബിഗ് ബോസ് ആയിട്ട് കിടന്നുറങ്ങി. വേറെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ക്യൂട്ട് PJസിൽ ഞാൻ രാവിലെ കുളിച്ചു. ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് രാവിലെ കുളിച്ചു, എൻ്റെ PJs ഇട്ടു. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 12:30 എന്തോ. അലക്സ, വാട്ട്സ് ദ ടൈം നൗ? The time is 12:53 p.m. ഒരു മണിയാവാറായി. നമുക്ക് അലക്സയുടെ അടുത്ത് പറയേണ്ട ബർത്ത്ഡേ ആണ്. അലക്സ വിഷ് ചെയ്യാൻ നോക്കാം. അലക്സ, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. മൈൻഡില്ല. 1, 2, 3. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. 3 cheers. Hip hip hooray. Hip hip hooray. Hip hip hooray. Alexa, thank you. I'm always happy to help. പാവ അലക്സ, എന്നെ ഇത്ര ഇഷ്ടമായിരുന്നു അലക്സയ്ക്ക്. അപ്പം ഞാൻ ഇനി ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ പോവുക. ആൻഡ് ഇന്ന് വെനസ്ഡേ ആണ്. ആക്ച്വലി വെനസ്ഡേ എൻ്റെ വീഡിയോ അപ്ലോഡ് ആവേണ്ടതാണ്. ഞാൻ വീക്കിലി 3 വീഡിയോസാണ് എയിം ചെയ്യുന്നത്, മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ. സോ ഇന്നത്തേക്ക് വേറെ വീഡിയോ കണ്ടൻ്റ് ഒന്നും കിട്ടിയില്ല. അപ്പം ഇന്നലത്തെ രാത്രിത്തെ ക്ലിപ്സും ഇപ്പം ഈ അടുത്ത ക്ലിപ്സൊക്കെ ഒന്ന് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു വ്ളോഗ് പോലെ ആക്കി ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഷോ ഓഫ് അങ്ങനൊന്നുമല്ല. കുറേ നാളതിന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പം എന്ത് സ്പീഡിലാണ് ടൈമൊക്കെ പോണേ. ഇപ്പോൾ കുറേ നാളതിന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു മെമ്മറി പോലെ കിടക്കാനായിട്ട് ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്തിടും, അത്രേ ഉള്ളൂ. സോ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഈ ക്യൂട്ട് PJs കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അതിനകത്ത് കാണിച്ചു തരാം. നല്ലൊരു ക്യൂട്ട് PJs. എനിക്ക് ഇങ്ങനത്തെ ഈ ഗിങ്കം പ്രിൻ്റൊക്കെ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കളേഴ്സ് ഉണ്ടോ, പീറ്റർ പാൻ കോളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ കോളർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം എൻ്റെ മമ്മാനെ കൊണ്ടൊരു പീറ്റർ പാൻ കോളറിലൊരു PJs സെറ്റ് ഞാൻ ഉണ്ടാക്കിച്ചതേ ഉള്ളൂ വരുന്നതിന് മുമ്പ്. എനിക്കിങ്ങനത്തെ ക്യൂട്ട് പീറ്റർ പാൻ കൊറിയൻ വൈബ്സൊക്കെ ഉള്ള ആ ഒരു ക്യൂട്ട് ലുക്കൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് PJസും ഭയങ്കര ഇഷ്ടം. എനിക്ക് വീട്ടിലിങ്ങനെ ഒരേപോലത്തെ എനിക്ക് കോഡ് സെറ്റ്സ് പൊതുവേ ഇഷ്ടമാണ്. പുറത്തു പോകാൻ എനിക്ക് അങ്ങനെ കോഡ് സെറ്റ്സ് ഒന്നും ഇല്ല. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറച്ച് കോഡ് സെറ്റ്സ് മേടിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ എനിക്കിങ്ങനെ വീട്ടിലിടാൻ എൻ്റെ കയ്യിൽ അത്യാവശ്യം ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതൊരു വീഡിയോ പോലെ നമുക്ക് ചെയ്യാം. മൈ PJ കളക്ഷൻസ്, മൈ ഫേവറേറ്റ് PJ കളക്ഷൻസ്. അപ്പം അത്രയേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഊതട്ടെ? വിഷ് ചെയ്ത തോന്നും. അയ്യോ, വിഷ് ചെയ്തില്ല. അതൊക്കെ അന്ധവിശ്വാസമാണ്. കേക്ക് കഴിക്കും. അങ്ങനെ 28 years സർവൈവ് ചെയ്തതിന് എനിക്ക് ചിയേഴ്സ്. ഇത്തിരി പരിപാടി ആയിരുന്നു. ഇനി എല്ലാവരും പോക്ക് ബൈ. നല്ല കേക്ക് എനിക്ക് വേണം ജാം. എങ്ങനെ എന്നെ മടക്കി തിന്നു. നല്ല കേക്ക് തന്നെയൊന്നും കഴിക്കാതെ എനിക്ക് കൊടുത്ത ആടോ തന്നെ മനസ്സിലാണ്. അപ്പം അത്രേ ഉള്ളൂ. ബൈ. സോ ഗൈസ്, അത്രേ ഉള്ളൂ എൻ്റെ. സോ ഗൈസ്,
സോ ഗൈസ് അത്രേ ഉള്ളൂ. സോ ഗൈസ് അത്രേ ഉള്ളൂ. അപ്പോൾ സോറി ബാക്ക്ഗ്രൗണ്ട്. സോ ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ ബർത്ത്ഡേ വീഡിയോ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി ഞാൻ നെക്സ്റ്റ് കണ്ടന്റുള്ള പ്രിപ്പറേഷൻസ്, പ്ലാനിങ് ആൻഡ് ഫിൽമിങ് അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ഡേ ഞാനിനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. വർക്ക് റിലേറ്റഡ് തിങ്സ് ആൻഡ് കുറച്ച് എൻ്റെ അല്ലാത്ത എന്താ പറയുക അങ്ങനെയൊക്കെ. പിന്നെ ബർത്ത്ഡേ ഇത്രയൊക്കെ ഉള്ളൂ. ഡിന്നർ ആൻഡ് കേക്ക് കട്ട് ചെയ്തു, എല്ലാവരും വിഷ് ചെയ്തു. അപ്പം അങ്ങനെ എൻ്റെ 28th ബർത്ത്ഡേയും കഴിഞ്ഞു. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ബർത്ത്ഡേ വ്ളോഗിനും ലൈക്ക് എല്ലാ ബർത്ത്ഡേസിനും വിചാരിക്കും എൻ്റെ ബർത്ത്ഡേ വ്ളോഗിടും. അറ്റ് ലാസ്റ്റ് ഞാൻ എൻ്റെ 28th ബർത്ത്ഡേ വ്ളോഗ് ചെയ്തു. പെർഫെക്റ്റ് വ്ളോഗൊന്നുമല്ല, ഞാനങ്ങനെ എന്താ പറയുക പ്രോ വ്ളോഗറൊന്നുമല്ലല്ലോ. ജസ്റ്റ് വ്ളോഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വ്ളോഗ് ചെയ്യുമ്പോൾ. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടും. എന്നിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കുറേ നാളായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു മെമ്മറീസ് നമുക്ക് ആ ഒരു റീകളക്ട് ചെയ്യാൻ. എനിക്ക് എൻ്റെ 4th ബർത്ത്ഡേ ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഓർമ്മ ഇൻ ദ സെൻസ് എൻ്റെ ആ ഒരു ആൽബം കാണുമ്പോൾ അപ്പോൾ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ ഒരു മെമ്മറി എന്താ പറയുക മെമ്മറി സൂക്ഷിക്കുന്ന ഒരു സംഭവം അത്രേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ ശരി, ബൈ ബൈ. Can't really help this shit. I'm so hyper vigilant. I admit it, I'm taking score.